ലെറ്റ് സ്റ്റഡി ടുഗദറിൻ്റെ 1000 ക്വസ്റ്റ്യൻസ് PDF എക്സ്പ്ലനേഷൻ വീഡിയോസിലെ 13ാമത്തെ വീഡിയോ ആണിത്. ക്വസ്റ്റ്യൻ നമ്പർ 301. ടോപ്പ് സ്റ്റിച്ചിങ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീൻ ഏതാണ്? ടോപ്പ് സ്റ്റിച്ചിങ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീൻ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ഡബിൾ നീഡിൽ മെഷീൻ ആണ് ഉപയോഗിക്കുന്നത്. അതായത് വസ്ത്രത്തിൻ്റെ പുറം ഭാഗത്ത് കാണുന്ന രീതിയിൽ തുന്നുന്ന ഡെക്കറേറ്റീവ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ളതുമായിട്ടുള്ള സ്റ്റിച്ചിങ്ങിനെയാണ് നമ്മൾ ടോപ്പ് സ്റ്റിച്ചിങ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഷർട്ടിൻ്റെ കോളറിൽ, കഫിൽ, പോക്കറ്റിൻ്റെ അരികുകളിൽ, ജീൻസ് പാൻറ്റിൽ, യോക്കിലൊക്കെ നമ്മൾ ചെയ്യുന്ന സ്റ്റിച്ചാണ്. ഇതൊക്കെ പുറത്തുനിന്ന് വ്യക്തമായി കാണുന്ന സ്റ്റിച്ച് ലൈൻ ഉണ്ടാവും അല്ലേ ഇതിൻ്റെ പുറത്ത്. അപ്പം അതാണ് ടോപ്പ് സ്റ്റിച്ചിങ് എന്ന് പറയുന്നത്. ഈ സ്റ്റിച്ചിങ് ഒരേ സമയം 2 പാരലൽ ആയിട്ടുള്ള സ്റ്റിച്ച് ലൈനുകൾ ഉണ്ടാവുന്ന രീതിയിലാണ് ഉണ്ടാവുക. അതിനെയാണ് അതിനു വേണ്ടി നമ്മൾ ഡബിൾ നീഡിൽ മെഷീൻ ആണ് ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. സിഗ്സാഗ്, ബാർടാക്ക്, ചെയിൻ സ്റ്റിച്ച്. സിഗ്സാഗ് എന്ന് പറയുന്നത് ഡെക്കറേറ്റീവ് പേർപ്പസിന് ഉപയോഗിക്കുന്നതാണ്, പക്ഷേ ടോപ്പ് സ്റ്റിച്ചിങ് അല്ല. അരികുകൾ ഫിനിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്നതോ അതുപോലെ തന്നെ അലങ്കാരത്തിന് ഉപയോഗിക്കുന്നതോ ആണ്. ബാർടാക്ക് എന്ന് പറയുന്നത് പോക്കറ്റിൻ്റെയും ബെൽറ്റ് ലൂപ്പിൻ്റെയും ഒക്കെ അറ്റങ്ങൾ ശക്തിപ്പെടുത്താൻ ഉപയോഗിക്കുന്നതാണ്. ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത് ചെയിൻ രൂപത്തിലുള്ള സ്റ്റിച്ച് ഉണ്ടാക്കുന്നതിനാണ്. ടോപ്പ് സ്റ്റിച്ചിങ്ങിന് സാധാരണ ഉപയോഗിക്കുന്നതല്ല. അടുത്ത ക്വസ്റ്റ്യൻ 302. വോവൻ ഫാബ്രിക്കുകൾ നിർമ്മിക്കുന്നത് യാണുകളുടെ ഡാഷ് ഉപയോഗിച്ചിട്ടാണ്. വോവൻ ഫാബ്രിക്കുകൾ നിർമ്മിക്കുന്നത് യാണുകളുടെ ഡാഷ് ഉപയോഗിച്ചിട്ടാണ്. ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് നോക്കുക. ഇന്റർലേസിംഗ് ആണ് കേട്ടോ. യാണുകളുടെ ഇന്റർലേസിംഗ് ഉപയോഗിച്ചിട്ടാണ് വോവൻ ഫാബ്രിക്കുകൾ നിർമ്മിക്കുന്നത്. അതായത് വീവിങ് എന്ന് പറയുമ്പോൾ എന്താണ്? വാർപ്പും വെഫ്റ്റും യാൺസിനെ ഇന്റർലേസ് ചെയ്തിട്ട് ഒന്നിനു മുകളിൽ ഒന്നായി ഇഴ ചേർന്നിട്ടാണ് തുണി രൂപപ്പെടുന്നത്. അതിനെയാണ് നമ്മൾ ഇന്റർലേസിംഗ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ഇന്റർലൂപ്പിംഗ്, ഓവർലൂപ്പിംഗ്, ഓവർലോക്കിംഗ്. ഇന്റർലൂപ്പിംഗ് എന്ന് പറയുന്നത് എന്താണ്? ലൂപ്പുകൾ പരസ്പരം ബന്ധിച്ച് നിറ്റഡ് ഫാബ്രിക് നിർമ്മിക്കുന്ന രീതിയാണ്. ഓവർലൂപ്പിംഗ് എന്ന് പറയുന്നത് വോവൻ ഫാബ്രിക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട രീതിയല്ല. ഓവർലോക്കിംഗ് എന്ന് പറയുന്നത് എന്താണ്? തുണിയുടെ അരിക് ഫ്രേയിങ് ആവാതിരിക്കാൻ അല്ലെങ്കിൽ നൂല് ഊരി പോവാതിരിക്കാൻ ചെയ്യുന്ന സീം ഫിനിഷിംഗ് സ്റ്റിച്ചിനെയാണ് നമ്മൾ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 303. കോണിൽ 2 എഡ്ജുകൾ ഡയഗണലായി ചേർക്കുന്നതിന് എന്താണ് വിളിക്കുന്നത്? കോണിൽ 2 എഡ്ജുകൾ ഡയഗണലായി ചേർക്കുന്നതിന് എന്താണ് വിളിക്കുന്നത്? നമ്മൾ മീറ്ററിംഗ് എന്നാണ് വിളിക്കുന്നത് അല്ലെ. മീറ്ററിംഗ് എന്നാണ് വിളിക്കുന്നത്. എന്താണ്? ഒരു വസ്ത്രത്തിന്റെ അല്ലെങ്കിൽ തുണിയുടെ 2 എഡ്ജുകൾ ഒരു കോണിൽ, ഒരു കോർണർ വളരെ വൃത്തിയായി ചേർക്കാൻ അല്ലെങ്കിൽ അവരെ 45 ഡിഗ്രി ഡയഗണൽ രീതിയിൽ മടക്കി ചേർക്കുന്ന സാങ്കേതിക വിദ്യയാണ് നമ്മൾ മീറ്ററിംഗ് എന്ന് പറയുന്നത്. ഇത് സാധാരണയായിട്ട് ടേബിൾ ക്ലോത്ത്, നാപ്കിൻ, ക്വിൽട്ട്, അതുപോലെ ബൈൻഡിങ് ചെയ്ത കോണുകൾ, ചില ഹെം ഫിനിഷുകളിലൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ചെയ്താൽ കോണിൽ തുണി കട്ടിയാകാതെ വളരെ വൃത്തിയായിട്ടുള്ള ഫിനിഷിങ് നമുക്ക് ലഭിക്കും. മീറ്ററിംഗ് എന്ന് പറയുന്നത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ബാൻഡിങ്, ബൈൻഡിങ് ആൻഡ് മെൻഡിങ്. ബാൻഡിങ് എന്ന് പറയുന്നത് തുണിയുടെ അരികിൽ ഒരു ബാൻഡ് ചേർക്കുന്ന രീതിയാണ്. ബൈൻഡിങ് എന്ന് പറയുന്നത് തുണിയുടെ അരിക് മറ്റൊരു തുണി ഉപയോഗിച്ച് പൊതിഞ്ഞ് ഫിനിഷ് ചെയ്യുന്നതാണ്. മെൻഡിങ് എന്ന് പറയുന്നത് കീറിയതോ കേടായതോ ആയ വസ്ത്രം നന്നാക്കുന്നതിനെയാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 304. ഡ്രേപ്പിംഗ് ടെക്നിക് പഠിക്കാനും പാറ്റേൺ വികസിപ്പിക്കാനും സാധാരണ ഉപയോഗിക്കുന്ന ഫാബ്രിക് ഏതാണ്? ഡ്രേപ്പിംഗ് ടെക്നിക്കിന് അനുയോജ്യമായ ഫാബ്രിക് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് എന്താണ്? ഡ്രേപ്പിംഗ് ടെക്നിക്ക് പഠിക്കാനോ അല്ലെങ്കിൽ പാറ്റേൺ വികസിപ്പിക്കാനും സാധാരണ ഉപയോഗിക്കുന്ന ഫാബ്രിക് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. മസ്ലിൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. മസ്ലിൻ. ഡ്രേപ്പിംഗ് എന്ന് പറയുന്നത് ഫാബ്രിക് നേരിട്ട് ഡ്രസ് ഫോമിലോ അല്ലെങ്കിൽ മാനിക്വിൻ മോഡലിലോ പിൻ ചെയ്ത് വസ്ത്രത്തിന്റെ ആകൃതി രൂപപ്പെടുത്തുന്ന രീതിയാണ് നമ്മൾ ഡ്രേപ്പിംഗ് എന്ന് പറയുന്നത്. ഈ രീതിക്ക് സാധാരണ ഉപയോഗിക്കുന്നത് എന്താണ്? മസ്ലിൻ ഫാബ്രിക് ആണ്. എന്തുകൊണ്ടാണ് മസ്ലിൻ? വില കുറഞ്ഞതാണ്, അതുപോലെ മൃദുവായതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ മടക്കാനും പിൻ ചെയ്യാനും നമുക്ക് കഴിയും. മാർക്കിംഗ് ചെയ്യാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ യഥാർത്ഥ വസ്ത്രം തയ്ക്കുന്നതിന് മുമ്പ് പരീക്ഷണത്തിനായി അല്ലെങ്കിൽ ട്രയൽ പാറ്റേൺ തയ്യാറാക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതാണ് മസ്ലിൻ. അതുകൊണ്ടാണ് ഡ്രേപ്പിംഗ് ടെക്നിക്കിന് ഏറ്റവും അനുയോജ്യമായ ഫാബ്രിക് മസ്ലിൻ എന്ന് പറയുന്നത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. വെൽവെറ്റ്, നൈലോൺ, കാക്കി. വെൽവെറ്റ് എന്ന് പറയുന്നത് കട്ടിയുള്ളതും വില കൂടിയതുമായ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ ഡ്രേപ്പിംഗ് പ്രാക്ടീസിന് അനുയോജ്യമല്ല. നൈലോൺ എന്ന് പറയുന്നത് വഴുക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു തുണി ആയതുകൊണ്ട് തന്നെ കൃത്യമായി ഡ്രേപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇനി കാക്കി എന്ന് പറയുന്നത് കട്ടിയുള്ള ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ ഡ്രേപ്പിംഗ് പരിശീലനത്തിന് സാധാരണ നമ്മൾ ഉപയോഗിക്കാറില്ല. അടുത്ത ക്വസ്റ്റ്യൻ 305. ഫാബ്രിക്കിൽ മാർക്ക് ചെയ്ത പാറ്റേൺ ലേഔട്ട് അറിയപ്പെടുന്നത് എന്താണ്? ഫാബ്രിക്കിൽ മാർക്ക് ചെയ്ത പാറ്റേൺ ലേഔട്ട് അറിയപ്പെടുന്നത് എന്താണ്? എന്താണ് ഉത്തരം? മാർക്കറാണ് അല്ലെ. മാർക്കറാണ് ആൻസർ ആയിട്ട് വരുന്നത്.
ഒരു ഗാർമെന്റിന്റെ എല്ലാ പാറ്റേൺ പീസും ഫാബ്രിക്കിൽ ഏറ്റവും കുറഞ്ഞ തുണി പാഴാകുന്ന രീതിയിൽ ക്രമീകരിച്ച് തയ്യാറാക്കുന്ന ലേഔട്ടിനെയാണ് നമ്മൾ മാർക്കർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കർ എന്നത് ഒരു പാറ്റേൺ ലേഔട്ടാണ്. ഇത് ഉപയോഗിക്കുന്നതിലൂടെ തന്നെ നമുക്ക് ഫാബ്രിക്കിന്റെ വേസ്റ്റ് കുറയ്ക്കാം, കൂടുതൽ ഗാർമെന്റുകൾ ഒരേ ഫാബ്രിക്കിൽ നിന്ന് നിർമ്മിക്കാം, കട്ടിങ് എളുപ്പവും കൃത്യവുമാക്കാം. അപ്പൊ അതുകൊണ്ട് ആൻസർ എന്താണ്? മാർക്കറാണ്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. പാറ്റേൺ ചാർട്ട്, പാറ്റേൺ ഗ്രേഡിംഗ്, മാർക്കിംഗ്. ഈ പാറ്റേൺ ചാർട്ട് എന്ന് പറയുന്നത് പാറ്റേൺ സംബന്ധിച്ച് വിവരങ്ങൾ കാണിക്കുന്ന ചാർട്ടാണ്, ഫാബ്രിക്കിലെ ഒരു ലേഔട്ട് അല്ല. പാറ്റേൺ ഗ്രേഡിംഗ് എന്ന് പറയുന്ന ഒരു പാറ്റേൺ വിവിധ സൈസുകളിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ് നമ്മൾ പറയുന്നത്. മാർക്കിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഫാബ്രിക്കിൽ രേഖകളും അടയാളങ്ങളും ഇടുന്ന പ്രവർത്തനത്തിനെയാണ് നമ്മൾ മാർക്കിംഗ് എന്ന് പറയുന്നത്. ഇതും ലേഔട്ട് അല്ല അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 306. ഗ്രെയിൻ ലൈൻ സൂചിപ്പിക്കുന്നത് ഏത് ദിശയാണ്? ഗ്രെയിൻ ലൈൻ സൂചിപ്പിക്കുന്നത് ഏത് ദിശയാണ്? പാറ്റേണിൽ കാണുന്ന ഗ്രെയിൻ ലൈൻ ഏത് ദിശയെ സൂചിപ്പിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. വാർപ്പിയാണ് അല്ലെ, വാർപ്പിയാണാണ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് ഓരോ പാറ്റേണിലും നമ്മൾ ഒരു നീളമുള്ള ഇങ്ങനെ അമ്പിന്റെ ആകൃതിയുള്ള അല്ലെങ്കിൽ ആരോ പോലെയുള്ള ഒരു മാർക്കിംഗ് കാണാം അല്ലെ, അതിനെയാണ് ഗ്രെയിൻ ലൈൻ എന്ന് പറയുന്നത്. ഈ ഗ്രെയിൻ ലൈൻ ഫാബ്രിക്കിലെ വാർപ്പ് ലെങ്ത് വൈസ് ഗ്രെയിൻ ദിശയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഫാബ്രിക്കിന്റെ നീള ദിശയിൽ അല്ലെങ്കിൽ ലെങ്ത് വൈസിൽ പോകുന്ന നൂലാണ് വാർപ്പ്. ഇത് വെഫ്റ്റിനേക്കാൾ കൂടുതൽ ശക്തിയുള്ളതാണ്. പാറ്റേൺ ശരിയായ രീതിയിൽ ഫാബ്രിക്കിൽ വയ്ക്കാൻ ഗ്രെയിൻ ലൈൻ വാർപ്പിനോട് എന്താണ്? പാരലൽ ആയിട്ട് വേണം നമ്മൾ വെക്കാനായിട്ട്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? വെഫ്റ്റിയാണ്, ബയാസിയാണ്, വിഡ്ത്തിയാണ്. വെഫ്റ്റിയാണ് എന്ന് പറയുന്നത് ഫാബ്രിക്കിന്റെ വീതി ദിശയിൽ പോകുന്ന നൂലാണ്, ഗ്രെയിൻ ലൈനെ സൂചിപ്പിക്കുന്നില്ല. ബയാസിയാണെന്ന് പറയുന്നത് വാർപ്പിനും വെഫ്റ്റിനും, അത് യാണല്ല ആക്ച്വലി. ബയാസ് എന്ന് പറയുന്നത് വാർപ്പിനും വെഫ്റ്റിനും 45 ഡിഗ്രി കോണിലുള്ള ദിശയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇനി വിഡ്ത്തിയാണെന്ന് പറയുന്നത് ഇതൊരു യാണിന്റെ പേരല്ല, ഫാബ്രിക്കിന്റെ വീതിയാണ്. ജസ്റ്റ് നമ്മൾ വിഡ്ത്ത് എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ പറയാം. അടുത്ത ക്വസ്റ്റ്യൻ 307. വസ്ത്രത്തിന്റെ വിവിധ ഘടകങ്ങളുടെ മോഡൽ എന്ന് നിർവചിക്കാവുന്നത് എന്താണ്? വസ്ത്രത്തിന്റെ വിവിധ ഘടകങ്ങളുടെ മോഡൽ എന്ന് നിർവചിക്കാവുന്നത് ഏതാണ്? വസ്ത്രത്തിന്റെ വിവിധ ഭാഗങ്ങളുടെയും അല്ലെങ്കിൽ കമ്പോണൻസിന്റെയും ആകൃതി രൂപവും കാണിക്കുന്ന മോഡൽ എന്ന് നിർവചിക്കുന്നത് എന്താണെന്നാണ് ചോദ്യം. ആൻസർ എന്താണ്? പാറ്റേൺ ആണ്. പാറ്റേൺ എന്ന് പറയുന്നത് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ തന്നെ ഒരു വസ്ത്രത്തിന്റെ ഓരോ ഭാഗവും, മുൻഭാഗം, പിൻഭാഗം, സ്ലീവ്, കോളർ തുടങ്ങിയവ യഥാർത്ഥ വലുപ്പത്തിൽ, അതായത് ആക്ച്വൽ സൈസിൽ പേപ്പറിലോ മറ്റേതെങ്കിലും മെറ്റീരിയലിലോ തയ്യാറാക്കുന്ന മാതൃകയാണ് പാറ്റേൺ അല്ലെ. അത് ഉപയോഗിച്ചാണ് ഫാബ്രിക് കട്ട് ചെയ്ത് ഗാർമെന്റ് നിർമ്മിക്കുന്നത്. അതുകൊണ്ട് വസ്ത്രത്തിന്റെ വിവിധ ഘടകങ്ങളുടെ മോഡൽ എന്ന് പറയുന്നത് എന്താണ്? വസ്ത്രത്തിന്റെ വിവിധ ഘടകങ്ങളുടെ മോഡൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പാറ്റേൺ ആണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ഡിസൈൻ, സ്കെച്ച്, സ്റ്റൈല്. ഡിസൈൻ എന്ന് പറയുന്നത് വസ്ത്രത്തിന്റെ ആശയം അല്ലെങ്കിൽ രൂപകൽപ്പനയാണ് നമ്മൾ പറയുന്നത്. സ്കെച്ച് എന്ന് പറയുന്ന വസ്ത്രത്തിന്റെ ഒരു ലളിതമായ ചിത്രരൂപം നമ്മൾ സ്കെച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ വരയ്ക്കുന്നതിനെയാണ് പറയുന്നത്. അത് യഥാർത്ഥ അളവിലുള്ള മോഡൽ അല്ല. ഈ സ്റ്റൈൽ എന്ന് പറയുന്നത് വസ്ത്രത്തിന്റെ ഫാഷൻ അല്ലെങ്കിൽ രൂപഭേദത്തെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്, പാറ്റേൺ അല്ല. 308. താഴത്തെ എഡ്ജ് ഫ്ലെയർ ഉള്ള സ്ലീവ് ഏതാണ്? താഴത്തെ എഡ്ജ് ഫ്ലെയർ ഉള്ള സ്ലീവ് ഏതാണ്? താഴെ ഭാഗം, ഹെം ഭാഗം വിശാലമായി ഫ്ലെയർഡ് ആയിട്ട് വിടരുന്ന സ്ലീവ് ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസിലെ ബെൽ സ്ലീവ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ബെൽ സ്ലീവ് എന്ന് പറയുന്നത് തോളിൽ നിന്നും കൈമുട്ട് വരെ സാധാരണ ഫിറ്റ് ആയിരിക്കും. താഴത്തെ ഭാഗത്തേക്ക് ബെല്ലിന്റെ അല്ലെങ്കിൽ മണിയുടെ ആകൃതിയിൽ വിടരുകയും ചെയ്യുന്ന സ്ലീവ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ ബെൽ സ്ലീവ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഫ്രോക്കുകൾ, കുർത്തികൾ, ടോപ്പുകൾ, ഫാഷൻ ഗാർമെന്റ്സിലൊക്കെ നമ്മൾ സാധാരണയായിട്ട് കാണുന്നതാണ്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. പ്ലെയിൻ സ്ലീവ്, കിമോണോ സ്ലീവ്, കേപ്പ് സ്ലീവ്. പ്ലെയിൻ സ്ലീവ് എന്ന് പറഞ്ഞാൽ സാധാരണ സ്ലീവ് ആണ്, താഴെ ഫ്ലെയർ ഇല്ല. കിമോണോ എന്ന് പറയുന്നത് സ്ലീവ് ബോഡിയോടൊപ്പം ഒറ്റ പീസായി കട്ട് ചെയ്യുന്നതാണ് കിമോണോ സ്ലീവ്. ഇനി കേപ്പ് സ്ലീവ് എന്ന് പറയുന്നത് ചെറിയ കേപ്പിന്റെ രൂപത്തിലുള്ള സ്ലീവാണ്, ബെൽ ആകൃതിയിൽ താഴേക്ക് വിടരുന്ന സ്ലീവായിട്ട് അല്ല പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 309. നീഡിൽ പ്ലേറ്റിന്റെ മറ്റൊരു പേര് എന്താണ്? നീഡിൽ പ്ലേറ്റിന്റെ മറ്റൊരു പേര് എന്താണ്? സൂയിങ് മെഷീനിലെ നീഡിൽ പ്ലേറ്റിന്റെ മറ്റൊരു പേരാണ് ത്രോട്ട് പ്ലേറ്റ്. നീഡിൽ പ്ലേറ്റ് എന്ന് പറയുന്നത് എന്താണ്? മെഷീനിൽ നീഡിലിന്റെ താഴെ സ്ഥിതി ചെയ്യുന്ന ഒരു മെറ്റൽ പ്ലേറ്റ് ആണ്. ഇതിലൂടെ തന്നെയാണ് നീഡിൽ താഴേക്ക് കടന്ന് സ്റ്റിച്ച് രൂപപ്പെടുന്നത് അല്ലെ. ഇനി നീഡിൽ പോകാനുള്ള ഒരു ദ്വാരം
നീഡിൽ ഹോൾ അതിനകത്ത് ഉണ്ടാവും. ഫീഡ് ഡോഗ് പുറത്തേക്ക് വരാനുള്ള സ്ലോട്ടുകൾ ഉണ്ടായിരിക്കും. സീം അലവൻസ് അളക്കാൻ മാർക്കിംഗ് ലൈനുകൾ ഉണ്ടായിരിക്കും. ഇത്രയുമാണ് അതിനകത്ത് ഉണ്ടാവുക. അപ്പം നീഡിൽ പ്ലേറ്റിന്റെ മറ്റൊരു പേരെന്താണ്? ത്രോട്ട് പ്ലേറ്റ് ആണ്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ഫേസ് പ്ലേറ്റ്, സൈഡ് പ്ലേറ്റ്, സ്ലൈഡ് പ്ലേറ്റ്. ഫേസ് പ്ലേറ്റ് എന്ന് പറയുന്നത് നീഡിൽ ബാർ, പ്രഷർ ബാർ തുടങ്ങിയ ഭാഗങ്ങളെ മൂടുന്ന സൈഡ് കവറാണ്. സൈഡ് പ്ലേറ്റ് എന്ന് പറയുന്നത് ഇത് നീഡിൽ പ്ലേറ്റിന്റെ മറ്റൊരു പേരല്ല. സ്ലൈഡ് പ്ലേറ്റ് എന്ന് പറയുന്നത് ബോബിനിലേക്ക് പ്രവേശിക്കാൻ തുറക്കുകയും അടക്കുകയും ചെയ്യുന്ന ചെറിയ പ്ലേറ്റിനെയാണ്. ബോബിൻ നമ്മൾ റിമൂവ് ചെയ്യാനും ഇടാനൊക്കെ ഉപയോഗിക്കുന്ന ആ ഭാഗം നമ്മൾ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന ചെറിയ പ്ലേറ്റിനെയാണ് പറയുന്നത്. സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന ആ പ്ലേറ്റ്. അങ്ങനെ നോക്കിയാൽ മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 310. വേസ്റ്റ് മുതൽ ക്രോച്ച് ബേസ് വരെയുള്ള ദൂരം എന്താണ് വിളിക്കുന്നത്? വേസ്റ്റ് മുതൽ ക്രോച്ചിന്റെ ബേസ് വരെയുള്ള ദൂരം എന്താണ് വിളിക്കുന്നത്? ക്രോച്ച് ഡെപ്ത് എന്നാണ് വിളിക്കുന്നത്. വേസ്റ്റ് ലൈനിൽ നിന്നും താഴെ, അതായത് ഒരു പാറ്റേൺ മേക്കിങ്ങിൽ പാൻ ഡ്രാഫ്റ്റിങ്ങിനായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. ആദ്യം ക്രോച്ച് ഡെപ്ത് നമുക്ക് എന്താണെന്ന് നോക്കാം. അതായത് വേസ്റ്റ് ലൈനിൽ നിന്നും നേരെ താഴേക്ക് ക്രോച്ചിന്റെ ബേസ് വരെ അളക്കുന്ന വേർട്ടിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ലംബ ദൂരത്തെയാണ് നമ്മൾ ക്രോച്ച് ഡെപ്ത് എന്ന് പറയുന്നത്. ഈ അളവ് ഉപയോഗിച്ചാണ് പാൻസ്, ട്രൗസേഴ്സ്, ഷോർട്സ്, പൈജാമ മുതലായവയൊക്കെ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ക്രോച്ച് പോയിന്റ്, ക്രോച്ച് ലെവൽ, ക്രോച്ച് എക്സ്റ്റൻഷൻ. ക്രോച്ച് പോയിന്റ് എന്ന് പറയുന്നത് ക്രോച്ച് ഭാഗത്തെ ഒരു പ്രത്യേക പോയിന്റിനെയാണ് സൂചിപ്പിക്കുന്നത്, ഒരു അളവല്ല. ക്രോച്ച് ലെവൽ എന്ന് പറയുന്നത് ക്രോച്ച് വരുന്ന ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈനിനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ക്രോച്ച് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ പാറ്റേണിൽ ക്രോച്ച് ഭാഗത്ത് മുന്നിലേക്കോ പിന്നിലേക്കോ നൽകുന്ന അധിക നീളമാണ്. അത് വേസ്റ്റ് മുതൽ ക്രോച്ച് വരെയുള്ള അളവായിട്ടല്ല പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 311. ഗാർമെന്റിലെ ഫിനിഷ് ചെയ്ത ഓപ്പണിംഗ് എന്താണ് വിളിക്കുന്നത്? അതായത് ഗാർമെന്റിൽ ബട്ടൺ, സിപ്പ് അല്ലെങ്കിൽ മറ്റ് ഫാസ്റ്റനറുകൾ ഘടിപ്പിക്കുന്നതിനായി വൃത്തിയായി ഫിനിഷ് ചെയ്ത ഓപ്പണിങ്ങിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? പ്ലാക്കറ്റ് എന്നാണ് വിളിക്കുന്നത്. പ്ലാക്കറ്റ് എന്ന് പറയുന്ന ഒരു വസ്ത്രം ധരിക്കാനും അഴിക്കാനും സൗകര്യം ഉണ്ടാക്കുന്ന ഓപ്പണിംഗ് ആണ്. അത് വൃത്തിയായി ഫിനിഷ് ചെയ്ത ഭാഗമാണ്. ഈ ഭാഗത്ത് സാധാരണ നമ്മൾ എന്താണ് ബട്ടൺ ഹോൾ, സിപ്പ്, ഹുക്ക് മുതലായവയാണ് ഘടിപ്പിക്കുന്നത്. പ്ലാക്കറ്റ് സാധാരണയായിട്ട് കാണുന്ന എവിടെയാണ്? ഷർട്ടിന്റെ മുൻവശത്ത്, സ്ലീവ് ഓപ്പണിങ്ങിൽ, കുർത്തിയിൽ, പാൻസിന്റെ ഫ്രണ്ട് ഓപ്പണിങ്ങിലൊക്കെയാണ് നമ്മൾ എക്സാമ്പിൾസ് ആണ് നമ്മൾ നോർമലി പ്ലാക്കറ്റ്സ് കാണുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. പ്ലീറ്റ്, പോക്കറ്റ്, പാനൽ. പ്ലീറ്റ് എന്ന് പറയുന്നത് വസ്ത്രത്തിൽ മടക്കുകൾ ഉണ്ടാക്കി പൂർണ്ണതയോ അലങ്കാരമോ നൽകുന്നതാണ്. പോക്കറ്റ് എന്ന് പറയുന്നത് സാധനങ്ങൾ വഹിക്കാൻ തുന്നിച്ചേർക്കുന്ന ഒരു ഭാഗമാണ്. പാനൽ എന്ന് പറയുന്നത് വസ്ത്രത്തിന്റെ ഓരോ പ്രത്യേക ഭാഗമോ പീസോ ആണ്. ഇതൊന്നും പ്ലാക്കറ്റ് അല്ല. അടുത്ത ക്വസ്റ്റ്യൻ 312. താഴെ കൊടുത്തവയിൽ ഓഡ് ആയിട്ടുള്ളത്, അതായത് നമ്മൾ ഓഡ് ഈവൻ എന്ന് പറയില്ലേ, കൂട്ടത്തിൽ ചേരാത്തത്, ഓഡ് ആയിട്ടുള്ളത് ഏതാണ് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. താഴെ കൊടുത്തവയിൽ ഏതാണ്? ബോബിൻ ത്രെഡ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. ബോബിൻ ത്രെഡ്. എങ്ങനെയാണ് അത് വരുന്നത് നോക്കാം. നമുക്ക് ഓരോ ഓപ്ഷൻ ആയിട്ട് നോക്കാം. ബോബിൻ വൈൻഡർ, ത്രെഡ് ഗൈഡ്, അതുപോലെ എന്താണ് ടേക്കപ്പ് ലിവർ അല്ലെ, ത്രെഡ് ടേക്കപ്പ് ലിവർ. ഇതൊക്കെ ഈ പറയുന്നതൊക്കെ സൂയിങ് മെഷീനിന്റെ ഭാഗങ്ങൾ തന്നെയാണ്. പക്ഷെ ബോബിൻ ത്രെഡ് എന്ന് പറയുന്നത് എന്താണ്? മെഷീനിന്റെ ഒരു ഭാഗമല്ല. ബോബിനിൽ ചുറ്റി വയ്ക്കുന്ന ത്രെഡാണ്. അതായത് സ്റ്റിച്ച് രൂപപ്പെടാൻ ഉപയോഗിക്കുന്ന നൂലാണ്. അതിനാലാണ് ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്നും ഇതിന്റെ ആൻസർ ആയിട്ട് തരാത്തത്. ബോബിൻ വൈൻഡർ എന്താണ്? ബോബിനിൽ നൂൽ ചുറ്റാൻ ഉപയോഗിക്കുന്ന മെഷീനിന്റെ ഭാഗമാണ്. ത്രെഡ് ഗൈഡ് എന്ന് പറഞ്ഞാൽ നൂല് ശരിയായ പാതയിലൂടെ കടത്തിവിടുന്ന മെഷീനിന്റെ ഭാഗമാണ്. ത്രെഡ് ടേക്കപ്പ് ലിവർ എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റിച്ചിനു ശേഷം നൂൽ മുറുക്കി സ്റ്റിച്ച് രൂപപ്പെടുത്തുന്ന മെഷീനിന്റെ ഭാഗമാണ്. അപ്പം ബോബിൻ ത്രെഡ് മാത്രമാണ് മെഷീനിന്റെ ഭാഗമായിട്ട് പറയാൻ പറ്റാത്തത്. 313. വസ്ത്രത്തിന്റെ റിപ്പയർ ചെയ്യുന്നതിനെ എന്താണ് വിളിക്കുന്നത്? മെൻഡിങ് എന്നാണ് വിളിക്കുന്നത്. അതായത് കീറിയതോ കേടായതോ ആയ വസ്ത്രം നന്നാക്കുന്ന പ്രവർത്തനത്തെ എന്താണ് വിളിക്കുന്നത് എന്ന് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ എന്താണ്? മെൻഡിങ് ആണ് വരുന്നത്. മെൻഡിങ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ കീറിയതോ ദ്വാരം വന്നതോ കേടായതോ ആയ വസ്ത്രം വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിൽ റിപ്പയർ ചെയ്യുകയോ നന്നാക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ കീറിയ സീം വീണ്ടും തുന്നുക, ചെറിയ ദ്വാരം അടയ്ക്കുക, പാച്ച് വെച്ച് റിപ്പയർ ചെയ്യുക, ഇതൊക്കെ മെൻഡിങ്ങിന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാം. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. സൈസിങ്, ബ്ലീച്ചിങ്, ട്രിമ്മിങ്. സൈസിങ് എന്ന് പറയുന്നത് നൂലിന് ശക്തി നൽകാൻ സ്റ്റാർച്ച് പോലെയുള്ള പദാർത്ഥങ്ങൾ പ്രയോഗിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ പറയുന്നത്.
ബ്ലീച്ചിങ് എന്ന് പറയുന്നത് തുണിയുടെ സ്വാഭാവിക നിറം നീക്കം ചെയ്ത് വെളുപ്പിക്കുന്ന പ്രക്രിയയാണ് പറയുന്നത്. ട്രിമ്മിങ് എന്ന് പറയുന്നത് അധിക തുണിയോ നൂലോ മുറിച്ച് നീക്കി വൃത്തിയാക്കുന്നതിനെയാണ് നമ്മൾ പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 314, അലങ്കാരപ്രധാനമായ പ്രവർത്തനത്തിനായി ഉപയോഗിക്കുന്നത് എന്താണ്? അലങ്കാരപ്രധാനമായ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നത് ഏതാണ്? താഴെ കൊടുത്തിട്ടുള്ളവയിൽ പ്രധാനമായും അലങ്കാര ആവശ്യത്തിനായി അല്ലെങ്കിൽ ഡെക്കറേറ്റീവ് പർപ്പസിനായി ഉപയോഗിക്കുന്നത് എന്താണ് എന്നാണ് ക്വസ്റ്റ്യനിൽ. ടക്സ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. എങ്ങനെയാണ്? ആദ്യം ടക്സ് എന്താന്ന് നോക്കാം. ടക്സ് എന്ന് പറയുന്നത് ഫാബ്രിക് മടക്കി അല്ലെങ്കിൽ ചെറിയ മടക്കുകൾ തുന്നി സ്ഥിരമായിട്ട് അതിനെ സ്ഥിരപ്പെടുത്തുന്ന രീതിയാണ് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന രീതിയാണ് പറയുന്നത്. ഇതിൽ ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? ഹെംസ്, ഡാർട്സ്, പ്ലാക്കറ്റ്സ് അല്ലേ. നമ്മളിപ്പോൾ ടക്സ് എന്ന് പറയുന്നത് ചെറിയ മടക്കുകളായി ചെയ്യുന്നത് എന്തിനാണ്? വസ്ത്രത്തിന്റെ ഭംഗി കൂട്ടാൻ, ഡിസൈൻ നൽകാൻ, ചിലപ്പോൾ ചെറിയ തോതിലുള്ള ഫുൾനെസ് നിയന്ത്രിക്കാനും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ ഫ്രോക്ക്, ലേഡീസ് ടോപ്പ്, നൈറ്റി, കുർത്തി. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡെക്കറേറ്റീവ് പർപ്പസിനാണ് ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് ആയ ഹെംസും ഡാർട്സും പ്ലാക്കറ്റ്സും. ഹെംസ് എന്ന് പറയുന്നത് വസ്ത്രത്തിന്റെ അരിക് ഇങ്ങനെ മടക്കി അടിക്കുകയാണ്, അല്ലെങ്കിൽ അത് നൂല് ഊരി പോവാതിരിക്കാൻ വേണ്ടി ഫിനിഷ് ചെയ്യുന്ന പ്രക്രിയയാണ്. ഡാർട്സ് എന്ന് പറയുന്നത് വസ്ത്രത്തിന് ശരീരാകൃതി, ഷേപ്പും ഫിറ്റും നൽകാനാണ് ഉപയോഗിക്കുന്നത്. പ്ലാക്കറ്റ്സ് എന്ന് പറയുന്നത് ബട്ടൺ, സിപ്പ് എന്നിവ ഘടിപ്പിക്കാൻ ഫിനിഷ് ചെയ്ത ഓപ്പണിംഗ് ആണ് പറയുന്നത്. ആൻസർ ടക്സ് ആണ്. ഇനി 315, ത്രെഡ് ഉടനെ പൊട്ടാൻ കാരണം എന്ത്? ത്രെഡ് ഉടനെ പൊട്ടാൻ, അതായത് സൂയിങ് മെഷീനിൽ തുന്നുമ്പോൾ ത്രെഡ്, നൂല് ഇടയ്ക്കിടെ അല്ലെങ്കിൽ ഉടനെ പൊട്ടാൻ സാധ്യതയുള്ള കാരണം ഏതാണ്? ഉത്തരം ഏതാണ്? വീല് തെറ്റായ ദിശയിൽ തിരിക്കുന്നത്. വീല് തെറ്റായ ദിശയിൽ തിരിക്കുന്നതാണ് ഉത്തരം. ഇപ്പൊ ത്രെഡ് ബ്രേക്സ് ഇമ്മീഡിയറ്റ്ലി, മെഷീൻ ഓടിക്കുമ്പോൾ ഉടനെ നൂല് പൊട്ടുന്നു, അതിനൊരു പ്രധാന കാരണം. അതായത് ഇപ്പൊ എന്താണ്? സാധാരണ സൂയിങ് മെഷീനിൽ ഹാൻഡ് വീല് എപ്പോഴും നമ്മളിലേക്ക്, അതായത് ആന്റി ക്ലോക്ക് വൈസ് ആണ് തിരിക്കേണ്ടത്. വീല് വിപരീത ദിശയിൽ, ക്ലോക്ക് വൈസ് ദിശയിൽ തിരിച്ചാൽ എന്താണ്? നൂലിന്റെ ടെൻഷൻ തെറ്റും, സ്റ്റിച്ച് ശരിയായി രൂപപ്പെടില്ല, നൂലുടനെ പൊട്ടാൻ സാധ്യത കൂടുതലാണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. മോശമായിട്ടുള്ള ത്രെഡ്, മോശം ത്രെഡ് നൂല് പൊട്ടാൻ കാരണമാകാം, പക്ഷെ ഈ ചോദ്യത്തിൽ എന്താണ് ചോദിക്കുന്ന? പ്രധാന മെഷീൻ പ്രവർത്തന പിശക് ആയിട്ട് പറയാൻ പറ്റില്ല. ഇനി നീഡിൽ താഴെ ഫിക്സ് ചെയ്തത്, നീഡിൽ തെറ്റായി ഘടിപ്പിച്ചാൽ സ്റ്റിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും, എന്നിരുന്നാലും ഒരു പ്രധാന കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. മീൻസ് ഫസ്റ്റ് റീസൺ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കാരണം ഇങ്ങനെ വീല് തെറ്റായ ദിശയിൽ തിരിക്കുന്നത് എന്നുള്ളൊരു ആൻസർ ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ബാക്കിയുള്ളതൊക്കെ സെക്കൻഡറി ആയിട്ടേ വരുള്ളൂ. ചെറിയ നീഡിൽ, കട്ടിയുള്ള തുണിക്ക് ചെറിയ നീഡിൽ ഉപയോഗിച്ചാൽ പ്രശ്നം ഉണ്ടാവും, പക്ഷെ ഇതും ഉടനെ നൂല് പൊട്ടുന്നതിനുള്ള പ്രധാന കാരണമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പൊ ഹാൻഡ് വീൽ എപ്പോഴും നമ്മളിലേക്ക് തിരിക്കുക, തെറ്റായ ദിശയിൽ തിരിച്ചാൽ എന്താണ്? ത്രെഡ് ബ്രേക്കേജ് ഉണ്ടാവും. പ്രാക്ടിക്കലായിട്ട് മോശം ത്രെഡ്, തെറ്റായ ടെൻഷൻ, നീഡിൽ കേടാവുക തുടങ്ങിയവയെല്ലാം നൂല് പൊട്ടാൻ കാരണം തന്നെയാണ്. എന്നാൽ നമ്മുടെ ഈ MCQൽ നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ ഏറ്റവും അനുയോജ്യമായ ഉത്തരം എന്താണ്? വീൽ തെറ്റായ ദിശയിൽ തിരിക്കുന്നത് ആണ്. ഇനി 316ാമത്തെ ക്വസ്റ്റ്യൻ, 1/8 ഇഞ്ച് ചെറിയ ഹോൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? 1/8 ഇഞ്ച്, ഏകദേശം 1/8 ഇഞ്ച് വലുപ്പമുള്ള ചെറിയ ദ്വാരം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഔൾ ആണല്ലേ. ഔൾ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഔൾ എന്ന് പറയുന്നത് മൂർച്ചയുള്ള അഗ്രം, മൂർച്ചയുള്ള പോയിന്റഡ് ആയിട്ടുള്ള ഒരു ചെറിയ കൈ ഉപകരണമാണ് അല്ലേ. ഇത് ഉപയോഗിക്കുന്നത് ഫാബ്രിക്കിലോ ലെതറിലോ ചെറിയ ദ്വാരങ്ങൾ ഉണ്ടാക്കാൻ ഐലറ്റ് ഇടുന്നതിന് ഉപയോഗിക്കുന്നുണ്ട്, ഐലറ്റ് ഹോൾ ഇടുന്നതിന് ഉപയോഗിക്കുന്നുണ്ട്. ബട്ടൺ ഘടിപ്പിക്കുന്നതിന് ആവശ്യമായി ചെറിയ ദ്വാരങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന 1/8 ഇഞ്ച് ചെറിയ ഹോൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ശരിയായ ഉപകരണം ഏതാണ്? ഔൾ ആണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. നോച്ചർ, കത്രി, ഷിയേഴ്സ്. നോച്ചർ എന്ന് പറയുന്നത് പാറ്റേണിലോ ഫാബ്രിക്കിലോ തിരിച്ചറിയാൻ ചെറിയ നോച്ച് വി ആകൃതിയിൽ മുറിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. കത്രി എന്ന് പറയുന്നത് സാധാരണ ചെറിയ കട്ടിങ്ങിന് ഉപയോഗിക്കുന്ന ചെറിയ വൃത്താകൃതിയിലുള്ള ഹോൾ ഉണ്ടാക്കാനുള്ളതല്ല ഇത്. ഇനി ഷിയേഴ്സ് എന്ന് പറയുന്നത് വലിയ ഫാബ്രിക് മുറിക്കാൻ ഉപയോഗിക്കുന്ന കത്രികയാണ്, ഹോൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നതായിട്ടല്ല പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 317, താഴെ കൊടുത്തവയിൽ ഏതു മെഷീനാണ് മുകളിലും താഴെയും നൈഫ്സ്, കത്തികൾ ഉപയോഗിക്കുന്നത്? മുകളിൽ ഒരു കത്തിയും താഴെ ഒരു കത്തിയും, അതായത് അപ്പർ ആൻഡ് ലോവർ നൈഫ്സ് ഉപയോഗിച്ച് തുണിയുടെ അരികു മുറിക്കുകയും ഒരേ സമയം ഫിനിഷ് ചെയ്യുകയും ചെയ്യുന്ന മെഷീൻ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഓവർലോക്ക് മെഷീനാണ്. ഓവർലോക്ക് മെഷീനിലാണ് മുകളിലും താഴെയും ഓരോ കത്തിയുള്ള രീതിയിൽ ഉള്ളത്. ഇനി
ബാക്കിയുള്ള അല്ലെങ്കിൽ ഓവർലോക്ക് മെഷീനിന്റെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തുന്നുന്നതിനോടൊപ്പം തന്നെ തുണിയുടെ അധിക അരിക് എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? ഓവർലോക്ക് മെഷീൻ കട്ട് ചെയ്യണം, മുറിക്കുകയാണ് ചെയ്യുന്നത്. മുറിക്കുകയും അതേസമയം ഓവർലോക്ക് സ്റ്റിച്ച് ചെയ്ത് അരിക് പൊളിയാതെ അല്ലെങ്കിൽ കീറാതെ അല്ലെങ്കിൽ റാവൽ ആവാതെ ഫിനിഷ് ചെയ്യുകയും ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിനായിട്ട് ഈ മെഷീനിൽ രണ്ട് നൈഫ്സ് ആണുള്ളത്, ഒന്ന് മുകളിലും ഒന്ന് താഴെയും. ഈ 2 കത്തികൾ ചേർന്നാണ് എക്സ്ട്രാ തുണിനെ കട്ട് ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ചെയിൻ സ്റ്റിച്ച് മെഷീൻ എന്തിനാണ്? ചെയിൻ സ്റ്റിച്ച് ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത്. ലോക്ക് സ്റ്റിച്ച് മെഷീൻ എന്തിനാണ്? സാധാരണ തുന്നലിനാണ് ഉപയോഗിക്കുന്നത്. ഫ്ലാറ്റ് ലോക്ക് മെഷീൻ എന്തിനാണ്? ഫ്ലാറ്റ് സീം ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 318. പ്ലീറ്റിംഗ് ചെയ്യുന്നതിന് മുൻപ് ഉള്ള മെറ്റീരിയലിന്റെ വീതി എന്താണ് വിളിക്കുന്നത്? പ്ലീറ്റുകൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഫാബ്രിക്കിനുള്ള മൊത്തം വീതി എന്താണ് വിളിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യന്റെ അർത്ഥം. എന്താണ് വിളിക്കുന്നത്? പാറ്റേൺ വിഡ്ത്ത് ആണ് ആൻസർ. പ്ലീറ്റിംഗ് എന്ന് പറയുന്നത് ഫാബ്രിക് മടക്കി ക്രമമായ പ്ലീറ്റുകൾ ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് പറയുന്നത്. പ്ലീറ്റുകൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഫാബ്രിക്കിന് ഒരു മൊത്തം വീതി അല്ലെങ്കിൽ ഒറിജിനൽ വിഡ്ത്ത് ഉണ്ടാവും അല്ലേ? പ്ലീറ്റുകൾ ഉണ്ടാക്കിയതിന് ശേഷം ആ വീതി കുറയും. ഈ പ്ലീറ്റിംഗ് ചെയ്യുന്നതിന് മുമ്പുള്ള മൊത്തം വീതിയാണ് നമ്മൾ പാറ്റേൺ വിഡ്ത്ത് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. പ്ലീറ്റ് വിഡ്ത്ത്, ഇത് ഒരു പ്ലീറ്റിന്റെ പൂർത്തിയായ അല്ലെങ്കിൽ ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്ലീറ്റിന്റെ വീതിയാണ് പറയുന്നത്. പ്ലീറ്റ് ഡെപ്ത് എന്ന് പറയുന്ന ഒരു പ്ലീറ്റ് ഉണ്ടാക്കാൻ ഉള്ളിലേക്ക് മടക്കുന്ന തുണിയുടെ അളവിനെയാണ് പറയുന്നത്. പാറ്റേൺ സൈസ് എന്ന് പറഞ്ഞാൽ പാറ്റേണിന്റെ മൊത്തത്തിലുള്ള സൈസിനെയാണ് സൂചിപ്പിക്കുന്നത്. പ്ലീറ്റിങ്ങിന് മുമ്പുള്ള വീതിയല്ല നമ്മൾ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 319. താഴെ കൊടുത്തവയിൽ സീം ഫിനിഷ് അല്ലാത്തത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ സീം ഫിനിഷ് അല്ലാത്തത് ഏതാണ്? ഗ്യാദറിംഗ് ആണ്. ഗ്യാദറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സീം ഫിനിഷ് ചെയ്യുന്നത്, അതായത് സീം ഫിനിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ തുണിയുടെ മുറിച്ച അരികിനെ നമ്മൾ റോ എഡ്ജ് അല്ലെ, അതിങ്ങനെ വൃത്തിയുള്ള രീതിയിൽ ഫിനിഷിംഗ് ലഭിക്കാനും ചെയ്യുന്ന രീതിയാണ്. ഉദാഹരണം പിങ്കിങ്, ഓവർലോക്കിംഗ്, ഓവർ കാസ്റ്റിംഗ് ഒക്കെ. എന്നാൽ ഗ്യാദറിംഗ് എന്ന് പറയുന്നത് എന്താണ്? സീം ഫിനിഷ് അല്ല. ഗ്യാദറിംഗ് എന്ന് പറയുന്നത് നൂല് വലിച്ച് ഫാബ്രിക് ചുരുക്കി ഫുൾനെസ് ഉണ്ടാക്കുന്ന രീതിയാണ് പറയുന്നത്. ഫ്രോക്കിലോ സ്ലീവ് ക്യാപ്പിലോ റഫിൾ ഒക്കെ കൊടുക്കാനായിട്ട്. അപ്പൊ ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? പിങ്കിങ്, ഓവർലോക്കിംഗ്, ഓവർ കാസ്റ്റിംഗ്. പിങ്കിങ് എന്ന് പറയുന്നത് എന്താണ്? ഷിയേഴ്സ്. പിങ്കിങ് ഷിയേഴ്സ് ഉപയോഗിച്ച് അരിക് സിഗ്സാഗ് രീതിയിൽ മുറിച്ച് നൂല് ഊരി പോകുന്നത് കുറയ്ക്കുന്ന സീം ഫിനിഷ് ആണ്. ഓവർലോക്കിംഗ് എന്ന് പറഞ്ഞാൽ ഓവർലോക്കിംഗ് മെഷീൻ ഉപയോഗിച്ച് അരിക് ഫിനിഷ് ചെയ്യുന്ന രീതിയാണ്. ഓവർ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അരിക് പൊളിയാതിരിക്കാൻ കൈകൊണ്ടോ മെഷീനിലോ ചെയ്യുന്ന, അല്ലെങ്കിൽ തുണിയുടെ അരിക് നൂലിങ്ങനെ ഊരി വരാതിരിക്കാൻ കൈകൊണ്ടോ മെഷീനിലോ ചെയ്യുന്ന സീം ഫിനിഷ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 320. മെഷീനിൽ വേഗത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ എന്താണ് കൂടുതൽ അമർത്തുന്നത്? മെഷീനിൽ വേഗത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ എന്താണ് കൂടുതൽ അമർത്തുന്നത്? സൂയിങ് മെഷീനിൽ കൂടുതൽ വേഗത്തിൽ തുന്നാൻ, ഹൈ സ്പീഡ് സ്റ്റിച്ചിങ്ങിന് ഏത് ഭാഗമാണ് നമ്മൾ കൂടുതലായിട്ട് അമർത്തുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം ഏതാണ്? ഫുഡ് പെഡൽ ആണ് അല്ലെ? ഫുഡ് പെഡൽ. മെഷീന്റെ സ്പീഡ് എങ്ങനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്? സൂയിങ് മെഷീനിൽ ഫുഡ് പെഡൽ അമർത്തുമ്പോഴാണ് മോട്ടോർ പ്രവർത്തിക്കുന്നത്. പെഡൽ കുറച്ച് അമർത്തിയാൽ മെഷീൻ പതുക്കെ ഓടും, കൂടുതൽ അമർത്തിയാൽ മെഷീൻ വേഗത്തിൽ ഓടും അല്ലെ? അപ്പൊ അതായത് മെഷീന്റെ സ്പീഡ് നിയന്ത്രിക്കുന്നത് ഫുഡ് പെഡലാണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ഹാൻഡ് വീൽ, മെഷീൻ കൈകൊണ്ട് നിയന്ത്രിക്കാനോ നീഡിലിന്റെ സ്ഥാനം ക്രമീകരിക്കാനോ ഉപയോഗിക്കുന്നതാണ് ഹാൻഡ് വീൽ എന്ന് പറയുന്നത്. ടേക്കപ്പ് ലിവർ എന്ന് പറഞ്ഞത് ത്രെഡ് മുറുക്കി സ്റ്റിച്ച് രൂപപ്പെടുത്തുന്ന മെഷീൻ ഭാഗമാണ്. പവർ സ്വിച്ച് എന്ന് പറഞ്ഞ മെഷീൻ ഓൺ ഓഫ് ആക്കാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത്. 321 ക്വസ്റ്റ്യൻ. ആം ഹോൾ മുതൽ വേസ്റ്റ് വരെ ബസ്റ്റ് പോയിന്റ് വഴി വളഞ്ഞു പോകുന്ന ലൈൻ ഏതാണ്? ആം ഹോൾ മുതൽ വേസ്റ്റ് വരെ ബസ്റ്റ് പോയിന്റ് വഴി വളഞ്ഞു പോകുന്നത്. ആം ഹോളിൽ നിന്ന് ആരംഭിച്ച് ബസ്റ്റ് പോയിന്റ് വഴി വേസ്റ്റ് വരെ വളഞ്ഞു പോകുന്ന ലൈൻ ഏതാണ്? പ്രിൻസസ് ലൈൻ ആണ്. പ്രിൻസസ് ലൈൻ എന്ന് പറയുന്നത് ഇപ്പൊ പറഞ്ഞതുപോലെ അപ്പെക്സ് വഴി വേസ്റ്റ് വരെ പോകുന്നത് ആം ഹോൾ മുതൽ. വസ്ത്രത്തിന് നല്ല ഫിറ്റിംഗ് ലഭിക്കും, ശരീരത്തിന് ഷേപ്പ് മനോഹരമായി കാണിക്കും, ഡാട്ടുകൾ ഇല്ലാതെയും നല്ല ഫിറ്റിംഗ് ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഇത്. കൂടുതലായിട്ട് ബ്ലൗസിൽ, കുർത്തികളിൽ, ഗൗണുകളിൽ, ഫ്രോക്കുകളിലൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. യോക്ക് ലൈൻ, തോളിലോ നെഞ്ചിന്റെ മുകൾ ഭാഗത്തോ യോക്ക് ചേർക്കുന്ന ലൈനാണ് യോക്ക് ലൈൻ എന്ന് പറയുന്നത്. ചെസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ നെഞ്ചിന്റെ ലെവൽ കാണിക്കുന്ന ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈനാണ്. വേസ്റ്റ് ലൈൻ എന്ന് പറയുന്ന അരയുടെ വേസ്റ്റിന്റെ സ്ഥാനം കാണിക്കുന്ന ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈനാണ്. അടുത്ത ക്വസ്റ്റ്യൻ 322. ഫാബ്രിക് ഒന്നിനു മുകളിൽ മറ്റൊന്ന് ഒരേപോലെ വിരിച്ച് അടുക്കുന്ന പ്രക്രിയ എന്താണ്?
ഫാബ്രിക് ഒന്നിനു മുകളിൽ മറ്റൊന്ന് ഒരേപോലെ വിരിച്ച് അടുക്കുന്ന പ്രക്രിയ എന്താണ്? സ്പ്രെഡിങ് എന്നാണ് പറയുന്നത്. സ്പ്രെഡിങ് എന്ന് പറയുന്നത് ഫാബ്രിക് കട്ടിങ് ചെയ്യുന്നതിന് മുമ്പ് ഒന്നിനു മുകളിലോ മറ്റൊന്ന് ചുളിവുകളില്ലാതെ ഗ്രെയിൻ ലൈൻ ശരിയായി വരത്തക്ക വിധം ഒരേപോലെ വിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് പറയുന്നത്. ഈ പ്രക്രിയയ്ക്ക് ശേഷം മാത്രമാണ് നമ്മൾ മാർക്കർ ഫാബ്രിക്കിന് മുകളിൽ വെച്ച് കട്ടിങ് നടത്തുന്നത്. സ്പ്രെഡിങ് ചെയ്യുന്നതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എല്ലാ ലെയറുകളും ഒരുപോലെ ക്രമീകരിക്കണം, അതുപോലെ ഫാബ്രിക് വേസ്റ്റ് കുറയ്ക്കുക, അതുപോലെ കൃത്യമായ കട്ടിങ് ഉറപ്പാക്കുക, ഉൽപാദന വേഗം വർദ്ധിപ്പിക്കുക എന്നൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ഗ്രേഡിംഗ്, മാർക്കിംഗ്, ട്രിമ്മിങ്. ഗ്രേഡിംഗ് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ഒരു പാറ്റേൺ വിവിധ സൈസുകളിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ്. മാർക്കിംഗ് എന്ന് പറയുന്നത് ഫാബ്രിക്കിൽ ആവശ്യമായ അടയാളങ്ങൾ വരയ്ക്കുന്നതിനെയാണ്. ട്രിമ്മിങ് എന്ന് പറയുന്നത് അധിക തുണിയോ നൂലോ മുറിച്ച് നീക്കം ചെയ്ത് ഫിനിഷ് ചെയ്യുന്നതിനെയാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 323. പാന്റിന്റെ ഒരു ഡെറിവേഷൻ തിരഞ്ഞെടുക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പാന്റിന്റെ ഒരു ഡെറിവേഷൻ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ എന്താണ്? ജമൈക്ക ആണ് ആൻസർ ആയിട്ട് വരുന്നത്. പാന്റിന്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത് ബേസിക് പാന്റ് പാറ്റേണിൽ മാറ്റങ്ങൾ വരുത്തി രൂപകൽപ്പന ചെയ്ത വ്യത്യസ്ത ശൈലിയിലുള്ള പാന്റുകളെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിൽ ജമൈക്ക അത്തരത്തിലുള്ള ഒരു പാന്റ് സ്റ്റൈലാണ്. സാധാരണ മുട്ടിന് മുകളിലോ മുട്ടിന് തൊട്ടു മുകളിലോ വരെ നീളമുള്ളതാണ്. ഷോർട്സിനേക്കാൾ അല്പം നീളം കൂടിയതാണ്. കാഷ്വൽ വെയർ ആയും സ്പോർട്സ് വെയർ ആയും ഉപയോഗിക്കുന്ന ഒരു തരം പാന്റിന്റെ ഡെറിവേഷൻ ആണ് ഇത്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? ബലറീന. ഇതൊരു പാന്റ് സ്റ്റൈൽ അല്ല, സാധാരണ ഡാൻസ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഇനി ജാക്കറ്റ് എന്ന് പറയുന്നത് ശരീരത്തിന്റെ മുകൾ ഭാഗത്ത് ധരിക്കുന്ന വസ്ത്രമാണ്. ലാസ്റ്റ് ഓപ്ഷൻ എന്താണ്? നൺ ഓഫ് ദീസ്. ഇവയൊന്നുമല്ല. അടുത്ത ക്വസ്റ്റ്യൻ 324. ഒറിജിനൽ ക്ലോത്തും ലൈനിങ്ങും തമ്മിൽ ഷേപ്പ് നൽകാൻ ഉപയോഗിക്കുന്ന എന്താണ്? അതായത് ഒറിജിനൽ ഫാബ്രിക്കിനും ഔട്ടർ ഫാബ്രിക്കിനും ലൈനിങ്ങിനും ഇടയിൽ വസ്ത്രത്തിന് ഷേപ്പ് ഉറപ്പും നൽകാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഇന്റർലൈനിങ് ആണ്. ഇന്റർലൈനിങ് എന്ന് പറയുന്നത് ഒറിജിനൽ ഫാബ്രിക്കിനും ലൈനിങ്ങിനും ഇടയിൽ ചേർക്കുന്ന ഒരു അധിക ലെയർ ആണ്. ഇത് ഉപയോഗിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം വസ്ത്രത്തിന് ഷേപ്പ് നൽകാൻ, ഉറപ്പും ദൃഢതയും നൽകാൻ, ചില ഭാഗങ്ങൾക്ക് കട്ടിയും നിലനിൽപ്പും നൽകാൻ. എക്സാമ്പിൾ കോട്ട്, ബ്ലേസർ, ജാക്കറ്റ്, ചില ബാഗുകളിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇന്റർലൈനിങ്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? ലൈനിങ്, ഡാർട്ട്, കേർവ്സ്. ലൈനിങ് എന്ന് പറഞ്ഞാൽ വസ്ത്രത്തിന്റെ ഉള്ളിൽ വൃത്തിയുള്ള ഫിനിഷിങ്ങിനും സൗകര്യത്തിനും ചേർക്കുന്ന അകത്തെ തുണിയാണ് പറയുന്നത്. ഡാർട്ട് എന്ന് പറയുന്നത് വസ്ത്രത്തിന് ഫിറ്റും ഷേപ്പും നൽകാൻ തുന്നുന്ന മടക്കാണ്. കേർവ്സ് എന്ന് പറഞ്ഞത് ഒരു വളഞ്ഞ രേഖയെയോ ആകൃതിയോ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. ഇനി 325 ക്വസ്റ്റ്യൻ. ബട്ടൺ, സിപ്പ് ഇടതുവശത്ത് ഫാസ്റ്റൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന എന്താണ്? ബട്ടൺ അല്ലെങ്കിൽ സിപ്പ് ഇടതുവശത്ത് ലെഫ്റ്റ് സൈഡിൽ ഫാസ്റ്റൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഭാഗത്തിനെ പറയുന്നത് എന്താണ്? ഫ്ലൈ. ഫ്ലൈ എന്ന് പറയുന്നത് പാന്റിലോ ട്രൗസറിലോ സിപ്പ് അല്ലെങ്കിൽ ബട്ടൺ ഘടിപ്പിക്കുന്നതിനായി മുന്നിൽ നിർമ്മിക്കുന്ന ഒരു ഓപ്പണിംഗ് ഭാഗമാണ്. സാധാരണ പുരുഷന്മാരുടെ പാന്റിൽ ലെഫ്റ്റ് ഫ്ലൈ ആയിരിക്കും. അതായത് ഇടതുവശത്തെ ഫ്ലൈ ഭാഗത്താണ് സിപ്പ് ബട്ടൺ ഫാസ്റ്റൺ ചെയ്യുന്നത്. സിപ്പ് അല്ലെങ്കിൽ ബട്ടൺ ഫാസ്റ്റൺ ചെയ്യുന്നത്. ഫ്ലൈ ക്യാച്ച് എന്ന് പറയുന്നത് ബാക്കിയുള്ള ഓപ്ഷൻസ് ആണ്. ഫ്ലൈ ക്യാച്ച് എന്ന് പറയുന്നത് ഫ്ലൈ ഉള്ള ഭാഗം, ഫ്ലൈ ഭാഗം ഉള്ളിൽ ഉറപ്പിച്ച് പിടിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ ഭാഗമാണ്. ഫേസിംഗ് എന്ന് പറയുന്നത് വസ്ത്രത്തിന്റെ അരിക് വൃത്തിയായി ഫിനിഷ് ചെയ്യാൻ ഉള്ളിലേക്ക് ചേർക്കുന്ന തുണിയാണ്. ബൈൻഡിങ് എന്ന് പറയുന്നത് തുണിയുടെ അരിക് മറ്റൊരു തുണി കൊണ്ട് പൊതിഞ്ഞ് ഫിനിഷ് ചെയ്യുന്ന രീതിയാണ് പറയുന്നത്. ഫ്ലൈ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫ്ലൈ എന്നത് ഓപ്പണിംഗ് ഭാഗമാണ്. എന്നാൽ ഫ്ലൈ ക്യാച്ച് എന്നത് ഫ്ലൈ ഭാഗം ഉള്ളിൽ ഉറപ്പിച്ച് പിടിക്കാൻ സഹായിക്കുന്ന ഭാഗമാണ്. ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും പരീക്ഷകളിൽ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ 13ാമത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. PDF നമ്മുടെ വീഡിയോസ് കുറച്ച് 2 ദിവസം ഡിലേ ആയിട്ടുണ്ട്. അപ്പോൾ PDF ആവശ്യമുള്ളവർ ഇനിയും ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. PDF അവൈലബിൾ ആണ് കേട്ടോ. താങ്ക് യു.